ഇനി ഭക്തരുടെ സംശയങ്ങളോ അവരുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഇവിടെ ഉണ്ടായാലാണ് സംവാദത്തിൻ്റെ ഒരു മാറ്റ് കൂടുകയുള്ളൂ, അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് അത് പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ ആർക്കൊക്കെയാണ് ഇനിയും അമ്പലത്തിലേക്ക് കടന്നു വരിക? നമ്മളിൽ പലരും ഇപ്പോൾ തിരുമേനി പറഞ്ഞ പോലെ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും കൂടുതൽ കടന്നു വരിക. പരീക്ഷയാകുമ്പോൾ കുട്ടികൾ വന്ന് ഒരു പുഷ്പാഞ്ജലി നേരും. ഇങ്ങനെ സങ്കടങ്ങളിൽ നിന്ന് മോക്ഷം തരിക എന്നുള്ളത് തന്നെയാണ് ദേവിയുടെ അനുഗ്രഹം. അതൊക്കെ സത്യം തന്നെയാണ്. പിന്നെ ക്ഷേത്ര ആചാരങ്ങളിൽ നമ്മൾ ആ ശുദ്ധി, ഇവിടെ പറഞ്ഞു ശുദ്ധി എത്രമാത്രം ഉണ്ടാവണം. നമ്മുടെ ശരീരത്തിന് ശുദ്ധി കുറയുമ്പോഴാണ് അസുഖങ്ങളും മറ്റും കടന്നു വരുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ശുദ്ധി നമ്മുടെ കൈകളിലും കൂടെയാണ് കടന്നു പോകുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കിവിടെ ഉണ്ടായി. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ ശരീരത്തിന് കൂടുതൽ അശുദ്ധികളുണ്ടായി, നമ്മൾ കൂടുതൽ ആശുപത്രികളിലേക്ക് പോകുന്നു. അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിനും വർഷങ്ങളുടെ പഴക്കം കൂടുന്തോറും നമ്മളിൽ തന്നെ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ തന്നെ ക്ഷേത്രത്തിൻ്റെ ബിംബശുദ്ധി കുറയുന്നു എന്നാണ് നമ്മുടെ തന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾ കൂടുമ്പോൾ ഇവിടെ പറയുന്ന പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ദ്രവ്യകലശവും ഒക്കെ നടത്തേണ്ടി വരുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ ശുദ്ധി നമ്മുടെ കൈകളിലാണ്, അമ്പലത്തിൻ്റെ സമൃദ്ധിയും അഭിവൃദ്ധിയും നമ്മളുടെ കൈകളിലാണ് എന്ന തിരിച്ചറിവ്. പിന്നെ ഒന്ന്, നമ്മളുടെ മനസ്സിൽ ഈശ്വര ചിന്തകൾക്ക് എത്രമാത്രം സ്ഥാനം കൊടുക്കണം. അത് അമ്പലത്തിലേക്ക് വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ് അമ്പലം, ക്ഷേത്രം എന്നുള്ളത്? ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്താണ് നെയ്വിളക്കുകളും പരിശുദ്ധമായ പുഷ്പങ്ങളും, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു നമ്മുടെ വിളക്കുകൾ, അതുകൂടാതെ തന്നെ ബിംബം, ഇതൊക്കെ ശുദ്ധി വരുത്തി ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി, ശുദ്ധമായ വായു, ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും അനുഗ്രഹം ദേവി ചൊരിയുന്ന പോലെ തന്നെയാണ്. എനിക്കിത്രയൊക്കെയാണ്. കൂടുതൽ ഇനി ഓരോരുത്തരും പറയുക. അപ്പോൾ നമുക്ക് പരസ്പരം അത് അറിവിനും അനുഗ്രഹത്തിനും ഇട നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അർജുനന്റെ അമ്പ ചെയ്ത കഥ അറിയുണ്ടാവുമല്ലോ, കേട്ടിട്ടില്ലേ? അതായത് അർജുനൻ ഒരു കിളിയുടെ കണ്ണിലേക്ക് അമ്പ ചെയ്ത് കൊള്ളിക്കുന്ന ഒരു കഥ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ലേ? അതായത് ധനുശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുക, ധനുർവേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഗുരു എല്ലാവരുടെ അടുത്തായിട്ട് പക്ഷിയുടെ കണ്ണിലേക്ക് അമ്പ ചെയ്ത് കൊള്ളിക്കാൻ പറയുമ്പോൾ അർജുനന് മാത്രം അമ്പ ചെയ്ത് കൊള്ളിക്കാൻ പറ്റണം. എന്തുകൊണ്ടാ? അതായത് നമ്മളുടെ കഴിവ് നമ്മൾ സ്വയം തിരിച്ചറിയണം. അത് ആദ്യം വേണ്ടതാണ്. അതായത് അവനവൻ്റെ കഴിവിൽ ഒരു വിശ്വാസം വേണം. എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കണം എന്നല്ല, അഹങ്കരിക്കരുത്. നമ്മളുടെ കഴിവിൽ നമുക്കൊരു വിശ്വാസം വേണം. അതിനുശേഷം നമ്മൾ പഠിച്ച ശാസ്ത്രത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതായത് ധനുർവേദമാണ് അർജുനൻ അവിടെ പഠിച്ചതെങ്കിൽ ധനുർവേദത്തിൽ അർജുനൻ ഉറച്ചു വിശ്വസിച്ചു. അതായത് ശ്രദ്ധയുണ്ടായി. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവലാണ് ഈ ശ്രദ്ധ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശ്വാസം ഉണ്ടായി, ശ്രദ്ധയുണ്ടായി. അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് അമ്പ ചെയ്ത് കൊള്ളിച്ചു. പക്ഷേ സത്യത്തിൽ അത് അങ്ങനെയല്ല നടന്നത്. അതായത് അർജുനൻ ആ പക്ഷിയുടെ കണ്ണിൽ മാത്രമാണ് നോക്കിയത് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ചു. പിന്നെ എന്താന്ന് പറഞ്ഞാൽ അർജുനനെ അത് പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ കഴിവുള്ള ഭയങ്കര ഒരു പോരാളിയാണെന്നൊന്നും പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. ആച്ചാലും അർജുനന്റെ കഴിവിൽ വിശ്വാസമുണ്ട്, അത് പുറത്തേക്കൊന്നും വന്നിട്ടില്ല. അതുപോലെ അർജുനൻ പഠിച്ചിട്ടുള്ള ആ ഒരു ശാസ്ത്രത്തിലും പരിപൂർണമായ വിശ്വാസമുണ്ട്. ആ ഒരു അവസ്ഥയിൽ അർജുനൻ അവിടെ പക്ഷിയുടെ കണ്ണ് മാത്രം കണ്ടു, അവിടെ ലക്ഷ്യം വെച്ചു അമ്പ ചെയ്തു, പക്ഷിയുടെ കണ്ണിൽ പോയി കൊണ്ടു. ലക്ഷ്യം തന്നെയാണ് പ്രധാനം. മാർഗം പലതുണ്ടാവാം, പക്ഷെ ആ മാർഗം എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ട് എന്താണോ ആ ശാസ്ത്രം അനുശാസിക്കുന്നത് അതുപോലെ ചെയ്യാൻ പറ്റണം. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ കുറെ വേദങ്ങളിലും അതിലൊക്കെ എഴുതി വെച്ചതും ശാസ്ത്രങ്ങളാണ്. അത് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഗുരുക്കന്മാരോ നിങ്ങളുടെയൊക്കെ കാരണവന്മാരോ പറഞ്ഞു തരുന്ന പാരമ്പര്യമായിട്ട് കിട്ടുന്ന അറിവുകളുണ്ടല്ലോ, അതും ശാസ്ത്രമാണ്. അപ്പൊ പാരമ്പര്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാറാവണം. അങ്ങനെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും.